എനിക്കൊപ്പം ഇപ്പോൾ സെക്രട്ടറി ജനറൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന PDT ആചാരി അദ്ദേഹമുണ്ട്. PDT ആചാരി, വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു സംശയമാണ്, പ്രേക്ഷകർക്ക് അത് സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ PMC പദ്ധതിയിൽ CPI മന്ത്രിമാർ മുന്നിൽ 2 ഓപ്ഷനുകളാണുള്ളതെന്നാണ് അറിയുന്നത്. ഒന്ന്, മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ രാജിവെക്കുക എന്നുള്ളത്. അത് വലിയ പൊളിറ്റിക്കലായിട്ടൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കില്ല. പക്ഷെ രണ്ടാമത്തത്, മന്ത്രിസഭയിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാൽ കൂട്ടുത്തരവാദിത്വം നഷ്ടമായി എന്ന ഒരു വിഷയമുണ്ടാവില്ലേ? എത്ര കാലം അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇവർക്ക് വിട്ടുനിൽക്കാൻ കഴിയും സാങ്കേതികമായി? ശ്രീ PDT ആചാര്യ. അതായത് ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാല് ഒരു തീരുമാനം ക്യാബിനറ്റ് എടുത്താല് ആ ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാം. അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഫൈനലി ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മന്ത്രിമാരും ദേ ആർ സപ്പോസ് ടു സ്റ്റാൻഡ് ബൈ ദാറ്റ്. അപ്പൊ അതില് അവർക്ക് എതിർക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ക്യാബിനറ്റ് ഇതിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഐഡിയ അതാണ്, കൂട്ടുത്തരവാദിത്വം. അപ്പൊ മന്ത്രിമാര് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, ക്യാബിനറ്റ് മീറ്റിംഗിൽ അത് പറയാം, അവർക്കെതിരുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേ ഹാവ് ടു സ്റ്റാൻഡ് ബൈ ദാറ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ അവർക്ക് ഈ ക്യാബിനറ്റിൽ നിന്ന് വെളിയിൽ പോകാം. ഇത് 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. വേറൊരു ഓപ്ഷൻ, ദർ ഈസ് നോ തേർഡ് ഓപ്ഷൻ. ഈ ഒരു സംശയം, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാത്ത വിഷയമാണ് ഈ PMC പദ്ധതി എന്നാണ് CPI മന്ത്രിമാർ പറയുന്നത്. 2 തവണ ക്യാബിനറ്റിൽ വന്നു, 2 തവണയും ക്യാബിനറ്റ് തീരുമാനമെടുത്തില്ല. പക്ഷേ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ സെക്രട്ടറി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ തത്വത്തിൽ അത് ക്യാബിനറ്റ് തീരുമാനമായിട്ട് അംഗീകരിക്കേണ്ടി വരുമല്ലോ അല്ലേ? അതെങ്ങനെയാ? അതിൽ സാങ്കേതികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ക്യാബിനറ്റിന്റെ ഡിസിഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതല്ലേ, എല്ലാം മിനിറ്റ്സ് ഉള്ളതാണ്. ചീഫ് സെക്രട്ടറിയുടെ ചുമതലയാണത്. അതെല്ലാം മിനിറ്റ്സ് ഉള്ളതാണ്. അപ്പൊ എവറി മിനിറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ്സ് ആർ മിനിറ്റഡ്, മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം റെക്കോർഡാണ്. കാരണം ക്യാബിനറ്റ് ഡിസിഷൻ എന്ന് പറയുന്നതാണല്ലോ, ക്യാബിനറ്റ് ആണല്ലോ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് that is the responsibility of the cabinet. എന്റെ ചോദ്യം ഇതാണ്, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാത്ത വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥന് തീരുമാനമെടുത്താൽ, ഒരു മന്ത്രിയുടെ നിർദ്ദേശത്തിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അത് നമുക്കില്ലെങ്കിൽ പോലും ഒരു വകുപ്പ് സെക്രട്ടറി ഒരു തീരുമാനമെടുത്താൽ അതിനെ ചൊല്ലി ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വിയോജിക്കാൻ കഴിയുമല്ലോ. അതെ, അതിപ്പോ ക്യാബിനറ്റിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മന്ത്രിയുടെ മാത്രം ഡിസിഷനാണ്. അങ്ങനെ ഈ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസ് അനുസരിച്ച് ഓരോ ഇഷ്യൂസ്, ഏതൊക്കെ ഇഷ്യൂസ് ക്യാബിനറ്റ് മന്ത്രിമാർ തീരുമാനിക്കാൻ, ഏതൊക്കെ ക്യാബിനറ്റ് മുമ്പിൽ വരണമെന്നൊക്കെ ഉള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതൊരു പോളിസി മാറ്റർ ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോളിസി മാറ്റർ ആണെങ്കിൽ നാച്ചുറലി അത് ക്യാബിനറ്റ് ആണ് തീരുമാനിക്കേണ്ടത്. അതൊരു ഒരു മിനിസ്ട്രിയുടെ മാത്രമുള്ള സംഗതി അല്ലല്ലോ അത്. കാരണം ഗവൺമെന്റ് ഓഫ് കേരളയും സെൻട്രൽ യൂണിയൻ ഗവൺമെന്റും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷന്റെ ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ഒരു നേച്ചർ നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ പോളിസി മാറ്റർ വിച്ച് നീഡ്സ് ടു ബി ഡിസൈഡഡ് ബൈ ദി ക്യാബിനറ്റ് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ അല്ലാതെ എന്താണ് അവർക്ക് ഇനി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, വലിയൊരു പ്രതിഷേധം എന്ന മട്ടിൽ അത് വിട്ടുനിൽക്കുകയാണ് എന്ന് പറയുന്നൊരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അതുമായിട്ട് വിയോജിച്ചിട്ട് പിന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ ആ തീരുമാനത്തിൽ. അതെ, മന്ത്രിമാര് ക്യാബിനറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് അതിനകത്തൊരു തീരുമാനം, പിന്നെ അതിനകത്ത് അവർക്ക് ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല. ദേ ഡോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് ബൈ ദാറ്റ്. ഓക്കെ. ഇനിയിപ്പോൾ എൻ്റെ സംശയം ഇതാണ്, കാരണം ഇപ്പോൾ ഈ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്ന ഈ മെമ്മോറാണ്ടം അടുത്ത ക്യാബിനറ്റ് എന്തായാലും വരും, സ്വാഭാവികമായിട്ടും വരും. ആ ക്യാബിനറ്റ് വരുമ്പോൾ ഈ CPI മന്ത്രിമാർ അവിടെ വന്ന് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി, വിയോജിപ്പ് രേഖപ്പെടുത്തി പിരിയുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ലല്ലോ സാങ്കേതികമായി. അതെ, അതിപ്പോ അത് ക്യാബിനറ്റ് മീറ്റിംഗിൽ നടക്കേണ്ട സംഗതിയാണത്. അല്ല, ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇവർ വിയോജിപ്പ് രേഖപ്പെടുത്തി, പക്ഷേ ഭൂരിപക്ഷം മന്ത്രിമാരും CPM-ന്റേതാണല്ലോ. അപ്പോൾ വൺസ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഞാൻ പറയാതെ, അതായത് ക്യാബിനറ്റിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. പക്ഷെ ക്യാബിനറ്റ് വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും ക്യാബിനറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ അവർ ആ മന്ത്രിസഭയിൽ തുടരുകയാണെങ്കിൽ ക്യാബിനറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാധ്യത, അവർ അതിന്റെ ബാധ്യസ്ഥരാണ്. പിന്നീട് അതിനെ വിമർശിക്കാൻ കഴിയില്ല. അല്ല, പുറത്ത് അത് അവരതിനകത്ത് അതിന്റെ ഭാഗമായിരുന്നെങ്കിൽ, കഴിയില്ല, അതിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ
ദെൻ ഓഫ് കോഴ്സ് അവർ അതിന്റെ ഒരു റൈറ്റ് നഷ്ടപ്പെടുകയാണ് അതിനകത്ത്. വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പോലും ഇല്ല വിയോജിപ്പ് അതൊരു പ്രശ്നമല്ല. വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡിസിഷൻസ് എല്ലാം എടുക്കേണ്ടത് മെജോറിറ്റി അനുസരിച്ചാണ്. ഇല്ലേ മെജോറിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസിഷൻ. അപ്പോൾ എവറി മെമ്പർ ഓഫ് ദ ക്യാബിനറ്റ് ഈസ് സപ്പോസ് ടു സ്റ്റാൻഡ് ബൈ ദാറ്റ്. ഇതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പൊസിഷൻ. താങ്ക് യു സി PDT ആചാരി. സ്വിം ഓർ സിങ് ടുഗദർ എന്നുള്ളതാണ്, ഒരുമിച്ച് നീന്തുക അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് ക്യാബിനറ്റിൽ പറയുക. ക്യാബിനറ്റിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം ക്യാബിനറ്റ് ഈ മെമ്മോറാണ്ടത്തെ അംഗീകരിച്ചാൽ, ഈ ധാരണാപത്രത്തെ അംഗീകരിച്ചാൽ CPI മന്ത്രിമാർക്ക് പിന്നീട് പുറത്തത് വിമർശിക്കുന്നതിന് കഴിയില്ല. ഇപ്പോൾ അവർക്ക് വിമർശിക്കാവുന്നതിന്റെ കാരണം അത് ക്യാബിനറ്റിൽ വന്നിട്ടില്ല. ഇതൊരു മന്ത്രിയുടെ മാത്രം തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ നിമിഷം നിൽക്കുന്നത്. അതാണ് അതിന്റെ സാങ്കേതികത്വം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അതിന്റെ സാങ്കേതികത്വം എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു മന്ത്രിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്, ഒരു സെക്രട്ടറിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് ബുധനാഴ്ച ആകുമ്പോഴേക്കും ക്യാബിനറ്റിലേക്ക് വരും. ക്യാബിനറ്റിൽ ഈ 4 CPI മന്ത്രിമാരും മറ്റ് ഘടകകക്ഷികളും വിയോജിപ്പ് അറിയിച്ചാലും CPM മന്ത്രിമാർ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അതിനെ മറികടക്കും. അങ്ങനെ ധാരണാപത്രം മന്ത്രിസഭയിൽ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് ഈ മന്ത്രിമാർക്ക് പുറത്തിറങ്ങിയതിനെ വിമർശിക്കാൻ കഴിയില്ല. കാര്യം അത് സാങ്കേതികമായി ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് പരമാവധി ബുധനാഴ്ചയ്ക്ക് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നതായിരിക്കും അറിയേണ്ടത്. അതിന്റെ ഭാഗമായി ഒരു പക്ഷേ അവർ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്.